തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ TVK സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകും. വിജയ്ക്കൊപ്പം 9 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെയും ഇടത് പാർട്ടികളുടെയും പിന്തുണയോടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനാണ് നീക്കം. തമിഴക വെട്രി കഴകത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കത്ത് തമിഴ്നാട് PCC ഇന്ന് ഗവർണർക്ക് കൈമാറും. കോൺഗ്രസിന്റെ പിന്തുണ തേടി TVK ഇന്നലെ കത്ത് നൽകിയിരുന്നു. അത് KC വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു. BJPയുടെയോ NDAയുടെയോ മറ്റ് സഖ്യകക്ഷികളുടെയോ പിന്തുണ തേടരുത് എന്നാണ് ഉപാധി. To discuss about the Tamil Nadu political situation, basically post-election scenario. Honorable Congress President Mallikarjuna Kharge ji, LOP Lok Sabha Rahul Gandhi ji, in charge Girish Chodhankar ji was there. The President of TVK, T.D. Vijay, has requested the INC for support to form a government in Tamil Nadu. INC is clear that the mandate in Tamil Nadu is for a secular government committed to protecting the constitution in letter and spirit. The INC is determined not to have the BJP and the proxies run the government of Tamil Nadu in any manner. T.D. Vijay has spoken about drawing inspiration from Virum Thalaivar Kamaraj also. Accordingly, the Congress leadership has directed the TNCC to take a final decision on T.D. Vijay's request, keeping in view the sentiments of the state reflected in the electoral verdict. വിനോദ വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റങ്ങളാണ് തമിഴകത്ത് സംഭവിക്കുന്നത്. DMKയ്ക്കൊപ്പം പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപേക്ഷിക്കാൻ പോകുന്നത്. അത് ഇന്ത്യ മുന്നണി സഖ്യത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വിജയ് അവിടെ ഒരു വലിയ ശക്തിയെ ഉദയം ചെയ്യുന്നു എന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്, സംശയമില്ല. ഒപ്പം CPMO CPI ഒക്കെ ചേർന്നേക്കാം. അങ്ങനെയാണ് 10 എന്ന എണ്ണം തികയ്ക്കാനാവുക. ഏതാണ്ട് ഈ കാര്യങ്ങൾ തമിഴ്നാട്ടിലെ മുന്നണി ബന്ധത്തിൽ ഒപ്പം ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമല്ലോ. രഞ്ജിത്ത്, തമിഴ്നാട്ടിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ്. 234 അംഗ നിയമസഭയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നിരിക്കുന്നത് TVK ആണ്. വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അവർക്ക് 108 സീറ്റുകളാണുള്ളത്. 118 സീറ്റാണ് സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം. ഇതിലിപ്പോൾ 5 സീറ്റുകൾ ഉള്ള കോൺഗ്രസ് TVKയെ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. അതിന് അനുകൂലിച്ചുള്ള കത്തിന്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുള്ള കത്തിന് അനുകൂലമായ മറുപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇന്ന് PCC പ്രസിഡന്റ് ഗവർണർക്ക് ഈ കത്ത് കൈമാറും. പക്ഷേ ഉപാധികളോടെയാണ് കോൺഗ്രസിൻ്റെ പിന്തുണ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുമായോ BJP സഖ്യകക്ഷികളുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും TVKയ്ക്ക് പാടില്ല എന്നൊരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ 5 പേർ പിന്തുണയ്ക്കുമ്പോൾ 2 മന്ത്രിസ്ഥാനം അതുകൂടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ 5 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പോലും TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അവിടെയാണ് DMKയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് പാർട്ടികളുടെ പിന്തുണ കൂടി തേടാനുള്ള ഒരു നീക്കം TVK നടത്തുന്നത്. അതിൽ CPMന് 2 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്, PMKയ്ക്ക് 4 സീറ്റുകളുണ്ട്. ആ തരത്തിലാണ് VCK എന്ന മറ്റൊരു പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. ഈ സീറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് 118 എന്ന മാജിക് നമ്പർ മറികടക്കാനാണ് ഇപ്പോൾ TVK ഒരു ശ്രമം നടത്തുന്നത്. ഈ കക്ഷികളെല്ലാം തന്നെ, ഇതിൽ പല കക്ഷികളും DMKയുമായി കാലങ്ങളായി സഖ്യത്തിലുള്ള കക്ഷികളാണ്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം കേന്ദ്രത്തിൽ DMKയുടെ MPമാരുണ്ട്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ BJPക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ, സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ നടത്തുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് DMKയുടെ പ്രതിനിധികൾ. ആ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വരുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ AIADMKയുടെ പിന്തുണ കൂടി വിജയ് തേടിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും BJP വളഞ്ഞ വഴിയിലൂടെ ഈ TVK സർക്കാരിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യത അവിടെയാണ്. വിനോദ, DMK ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. അത് കൃത്യവുമാണ്. കാരണം DMK സഖ്യത്തിൽ നിന്നാണ് 5 സീറ്റുകൾ കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ നേടുന്നത്. ചില കടുംപിടുത്തങ്ങളൊക്കെ സ്റ്റാലിൻ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നുവെങ്കിലും DMK സഖ്യം കോൺഗ്രസിനും CPIക്കും CPMനും ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ ചതിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോകുന്നു, അതെന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിൽ നിങ്ങൾ സംഭൂജരാകുമായിരുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു വഞ്ചന കാണിച്ച് മുന്നണി വിടുന്ന പാർട്ടി എന്ന ലേബൽ കൂടി കോൺഗ്രസിന് ചാർത്തപ്പെടും, കുറഞ്ഞ പക്ഷം തമിഴ്നാട്ടിലെങ്കിലും.
തീർച്ചയായും അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP AIDMK സഖ്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും മറ്റ് മതേതര കക്ഷികളും എങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും DMKയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുമെന്നത് ഉറപ്പാണ്. കാരണം കേന്ദ്രത്തിൽ DMK കോൺഗ്രസ് ബന്ധം അത് വളരെ ശക്തമാണ്. BJP സർക്കാരിനെതിരെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഈ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ അതിനെ എതിർക്കുന്നതിന് പോലും രാജ്യസഭയിലടക്കം എതിർക്കുന്നതിന് പോലും DMKയും കോൺഗ്രസും കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതെല്ലാം തകിടം മറിക്കുന്ന തരത്തിലേക്ക് ഈ ബന്ധം പോകുമോ എന്നതാണ് ഒരു ചോദ്യം. പക്ഷേ DMKയെ കൺവിൻസ് ചെയ്യുക എന്ന വലിയൊരു ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. ഒരു അടവ് നയമായി തമിഴ്നാട്ടിലെ ഈ നീക്കത്തെ DMKയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും. കാരണം ഇപ്പോൾ കോൺഗ്രസും ഇതര പാർട്ടികളും അല്ലെങ്കിൽ DMK സഖ്യത്തിലുള്ള മറ്റ് മതേതര പാർട്ടികളും ഒരുപക്ഷെ ഇപ്പോൾ TVKയെ പിന്തുണച്ചില്ലെങ്കിൽ AIDMKയുടെ സഹായം കൂടി വിജയ് തേടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ AIDMK കൃത്യമായി ഈ അവസരം പ്രയോജനപ്പെടുത്തും. കാരണം അവർക്ക് വിദൂര ഭാവിയിൽ പോലും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയില്ല. ജയലളിതയുടെ മരണശേഷം ആ പാർട്ടി വല്ലാതെ ശിഥിലമായി പോകുന്നൊരു സാഹചര്യം ആണ്. പല പല നേതാക്കളുടെ കൈകളിലൂടെയാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അവർക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു വളരെ എളുപ്പമുള്ള മാർഗമാണ് TVKയുടെ ഭാഗമാവുക എന്നത്. മാത്രമല്ല AIDMK TVKയുടെ ഭാഗമായാൽ അത് കൃത്യമായി BJPക്ക് TVKയിലേക്കുള്ള ഒരു വഴി തുറക്കും. അല്ലെങ്കിൽ AIDMK വഴി ഈ സർക്കാരിൻ്റെ ഭാഗമായി നിശബ്ദമായെങ്കിലും BJP പ്രവർത്തനം തുടങ്ങും. ബംഗാളിൽ ഇപ്പോൾ പിടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് BJP നേരിട്ടെത്തുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ തമിഴ്നാട്ടിൽ എത്തുന്നതിനുള്ള ഒരു മാർഗമായി AIDMK TVK ബന്ധം മാറും. ആ അപകടം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അത് കൃത്യമായി DMKയെ ബോധ്യപ്പെടുത്തി കേന്ദ്രത്തിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരാത്ത തരത്തിൽ തമിഴ്നാട്ടിൽ ഒരു അടവ് നയം എന്ന നിലയിൽ ഇപ്പോൾ TVKയെ പിന്തുണയ്ക്കുക എന്നൊരു മാർഗ്ഗമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്, മറ്റ് ഇടത് പാർട്ടികൾക്ക് മുന്നിലുള്ളത്. ഇതുവരെ CPMO CPIയോ മുസ്ലിം ലീഗോ PMKയോ ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. ഏതായിരുന്നാലും നാളെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. വിജയ് സത്യപ്രതിജ്ഞ മാത്രമല്ല, ഇപ്പോൾ 108 സീറ്റുകളാണ് TVKയ്ക്കുള്ളത്. അത് 107ആയി കുറയും. കാരണം തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വിജയ് രാജിവെക്കും. 2 മണ്ഡലങ്ങളിലാണ്, പെരുമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലുമാണ് വിജയ് മത്സരിച്ചത്. ഇതിൽ ഒരു മണ്ഡലത്തിൽ രാജിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള 108 എന്ന സംഖ്യ 107ആയി കുറയും. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ തൃഷ മത്സരിച്ചേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് തമിഴ്നാട്ടിലെ സാഹചര്യം. ഏതായാലും അത്ഭുതങ്ങൾ സംഭവിച്ചു. തമിഴക രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ തോൽവിയുടെ ആഘാതം മാറാതെ DMK വിജയ് അങ്ങനെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.